ഹായ് ഫ്രണ്ട്സ്, ഇക്കൊല്ലത്തെ നമ്മുടെ കപ്പയുടെ വിശേഷങ്ങൾ കാണാം. എല്ലാ കൊല്ലവും നടുന്നതിനേക്കാൾ കൂടുതൽ കപ്പ നമ്മൾ ഈ പ്രാവശ്യം കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന കപ്പയ്ക്ക് പല പ്രദേശങ്ങളിൽ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ചീനി, കൊള്ളി, പൂളി, അങ്ങനെ പല പേരുകളിൽ ഈ കപ്പ അറിയപ്പെടാറുണ്ട്. ഇപ്പം നോയമ്പായതുകൊണ്ട് തന്നെ നമുക്ക് പകൽ കപ്പയ്ക്ക് ചിലവ് കുറവാണ്. രാത്രിയിലത്തെ ഫുഡിന് മാത്രമേ നമുക്ക് കപ്പയൊക്കെ എടുക്കാറുള്ളൂ. ചിക്കൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 2-3 കപ്പയും കൂടി എടുക്കണമെന്ന് വിചാരിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല, പോയി 2-3 കപ്പ എടുത്ത് നോക്കിയപ്പോഴാണ് അതിൽ 2-3 കിഴങ്ങുകൾ നീറി നിൽക്കുന്നതായിട്ട് കണ്ടു. എലി കടിച്ചത് വല്ലതും ആണോ എന്ന് നമുക്ക് സംശയം തോന്നി. പക്ഷേ എലി കടിച്ചതല്ലെന്ന് പിന്നീടാണ് മനസ്സിലായത്. ചൂട് വളരെ കൂടുതലായതിനാൽ മണ്ണിനകത്ത് ഈർപ്പമില്ലാത്തതുകൊണ്ട് കപ്പ നീറിപ്പോയതാണ് കാരണം. നമ്മുടെ വീടും പ്രദേശങ്ങളുമൊക്കെ വനമേഖല ആയതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളുടെ ശല്യം വളരെ രൂക്ഷമാണ്. മൃഗങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടി കവചങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും അവ അത്ര പ്രായോഗികമല്ല. ഇതിനെ താണ്ടി മൃഗങ്ങൾ വന്ന് നമ്മുടെ കൃഷികളെ നശിപ്പിക്കാറുണ്ട്. എന്തായാലും അടുത്ത വിശേഷങ്ങളുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.